പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഈ കാലത്തെ ധ്യാന മന്ദിരത്തിൽ ഈ മണിക്കൂറിൽ വചനം പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചപ്പോൾ ദൈവസന്നിധിയിലിരുന്ന് നിങ്ങളുമായി എന്താണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം എൻ്റെ അധരങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുമ്പോൾ ആ വചനത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ കർത്താവെ എന്താണ് ഇന്നേ ദിവസം ഈ വെള്ളിയാഴ്ച ഈ ധ്യാന കൂടാരത്തിലേക്ക് കടന്നു വരുന്ന മക്കളോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം നൽകിയ ഒരു വചനഭാഗം ഇതാണ്. ജെറമ്യയുടെ പുസ്തകം, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുവചനം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുവചനം. വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. ഹല്ലേലൂയ. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ. ആ വചനം കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുവിൻ. വചനം തുടർന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുവിൻ. അതിൻ്റെ കൺക്ലൂഷൻ ആ ഒറ്റ വചനത്തിൽ കിടക്കുന്ന 3 സെന്റൻസുകളാണ്. ആദ്യത്തെ 2 സെന്റൻസുകളാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും, യുവർ വേ ആൻഡ് ഡീഡ്സ്, നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ പ്രവർത്തികൾ അത് നന്നാക്കുവിൻ. രണ്ടാമത്തെ സെന്റൻസ് ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുവിൻ. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം എന്താണോ പറയുന്നത് അതനുസരിക്കുവിൻ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ വചന ഭാഗമാണ് പ്രിയ സഹോദരങ്ങളെ, ജെറമ്യ 26:13. ഒരൊറ്റ വചന ഭാഗത്തിൽ 3 സെന്റൻസുകളാണ്, 3 വാക്യങ്ങൾ കിടക്കുകയാണ് ഒരൊറ്റ വചനത്തിൽ. ആ വചനത്തിലെ 3-ാമത്തെ കാര്യം ഇതാണ്, ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, വചനം ഇപ്രകാരം അവസാനിപ്പിക്കുകയാണ്: നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെ കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുതപിക്കും. ഹല്ലേലൂയ. വലതുകരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ വീശുമെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വചനത്തിലെ ഒരൊറ്റ വചനം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വചനം ഏതായിരുന്നു? ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുവചനം. ആ വചനത്തിലെ 3 കാര്യങ്ങളാണ് ദൈവം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനായി ദൈവം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ. ഒന്ന് ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഈ ധ്യാനമന്ദിരത്തിലെ ശുശ്രൂഷകൾക്ക് മറ്റും നിൽക്കുമ്പോൾ ഈ ധ്യാനമന്ദിരം നിറച്ച ആളുകളെ കണ്ടുകൊണ്ട് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്ന് ഈ ധ്യാന മന്ദിരത്തിലേക്ക് പലവിധ സാഹചര്യങ്ങൾ, ജോലി തിരക്കുകളായിരിക്കാം ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരുപക്ഷെ വിശ്വാസക്കുറവുകളായിരിക്കാം, ഒരുപക്ഷെ മറ്റു ചില കാരണങ്ങളായിരിക്കാം. എങ്കിലും ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന മക്കൾ ഈ ധ്യാന കൂടാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആ ധ്യാന കൂടാരത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരുമായി ദൈവത്തിന് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: നിന്റെ പ്രവർത്തികൾ, ചെയ്തികൾ മാറ്റിവെക്കുവേൻ. ദൈവം പറയുന്നത് അനുസരിക്കുവേൻ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ there is a condition, നീ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങൾ അവിടുന്ന്, that means the God, ദൈവം അനുതപിക്കുമെന്ന് പറയുന്നത്. നോക്കിയ പ്രവാചകൻ പറയുകയാണ് ദൈവം അനുതപിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇത് വളരെ ടിസ്റ്റായ ഒരു വചനം. സാധാരണ ദൈവജനത്തോടാണ് പ്രവാചകന്മാരും സ്ലീഹന്മാരും ദൈവവചനത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അനുതപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ എന്നൊക്കെ. എന്നാൽ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ജെറമ്യ പ്രവാചകൻ, ദൈവത്തിന്റെ മനസ്സിനൊരു മാറ്റം വരുമെന്ന്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് ഷേക്കിനടുത്തോട് പറഞ്ഞേ, നീ കേട്ടോ, ദൈവത്തിന്റെ മനസ്സിനൊരു മാറ്റം വരുമെന്ന് പറയുന്നതെന്ന്. ഹല്ലേലൂയ. ആരുടെ മനസ്സിന് മാറ്റം വരുമെന്ന്? നമ്മുടെ മനസ്സിനല്ല, ദൈവത്തിന്റെ മനസ്സിന്. പ്രിയ സഹോദരൻ, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വചനഭാഗം ഇതാണ്. സാധാരണയായി ബൈബിളിൽ നാം വായിക്കുമ്പോൾ കാണുന്ന ഏതൊരു വചനഭാഗവും ദൈവം നമ്മോട് പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, അനുതപിക്കുവിൻ, നിങ്ങൾ അനുതാപത്തിലേക്ക് കടന്നു വരുവിനൊക്കെ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും
ഇതേ വചനമാണ് പറയുന്നതെങ്കിൽ ഈ ഒരു വചനഭാഗം കേട്ടപ്പോൾ, വായിച്ചപ്പോൾ എന്റെ ഉള്ളിലേക്ക് വന്നൊരു ചിന്ത ഇതാണ്: ദൈവത്തിന് അനുതാപം ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് മനസ്സ് മാറാൻ തക്ക വിധത്തിൽ പ്രവർത്തികൾ ചെയ്യാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ ശക്തമായ വചനങ്ങളാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത്, പ്രിയ സഹോദര സഹോദരി, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദൈവത്തിന്റെ രണ്ടാം വരവിന്റെ തുടക്കമല്ല, അവസാനവുമല്ല, മറിച്ച് നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന കാലഘട്ടത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. അത് തെളിയിക്കും വിധത്തിലാണ് ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ നമ്മുടെ ചെവികളിലും കണ്ണുകളിലും നാം കണ്ട് അറിഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. 2033 നമ്മുടെ തിരുസഭ ജൂബിലി വർഷമായിട്ട് ആചരിക്കുമ്പോൾ 33 വർഷം ശുശ്രൂഷ ചെയ്ത, അല്ലെങ്കിൽ വെറും 3 വർഷം ശുശ്രൂഷ ചെയ്ത യേശുവിന്റെ മരണശേഷം കൃത്യം 2000 വർഷം തികയ്ക്കാൻ പോകുന്ന കാലയളവിനെയാണ് തിരുസഭ ജൂബിലിയായിട്ട് ആഘോഷിക്കുന്നതെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ആ ജൂബിലി കാലഘട്ടത്തിൽ തിരുസഭ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. തിരുസഭ ആരംഭിച്ചിട്ട് 2000 വർഷമായി, പരിശുദ്ധാത്മാവ് വന്നിട്ട് 2000 വർഷമായി, വചന സന്ദേശം കിട്ടിയത് 2000 വർഷമായി. ഇതിലൂടെ പോകുമ്പോൾ അവിടെ വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു മരിച്ച് ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു കാര്യത്തിലും 2000 വർഷം പിന്നിടാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപങ്ങൾ സഹിച്ചു വഹിച്ച് കുരിശിൽ മരിച്ചു എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഈ ഒരു കാര്യത്തിൽ പിശാചിന് ഒരു തെറ്റുമില്ല. പിശാച് ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റില്ല. ഏതൊരു നിരീശ്വരവാദിക്കും, ഏതൊരു ദൈവമില്ലാത്തവനും, ഏതൊരു യേശുവിനെ വിശ്വസിക്കാത്തവനും, ഏതൊരു അവിശ്വാസിയുടെ മനസ്സിൽ കിടക്കുന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്: യേശു മനുഷ്യകുലത്തിന് വേണ്ടി പാപങ്ങൾ വഹിച്ചു മരിച്ചു കുരിശിൽ കിടന്നുവെന്ന്. ഹല്ലേലൂയ. എന്നാൽ പിശാച് മാറ്റിയിട്ടുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, പ്രിയ സഹോദരങ്ങളെ: അവൻ 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ എന്റെയും നിങ്ങളുടെയും മനസ്സുകളെയും സമ്മതിക്കാൻ തക്കവിധം പിശാച് കുടില തന്ത്രങ്ങൾ ഒരുക്കിയിരിക്കുക. എന്നാൽ തിരുസഭ പറയുകയാണ്, ഈ ജൂബിലി വർഷത്തിൽ നമ്മളോട് 2000 വർഷം തികയാൻ പോകുന്ന വർഷകാലഘട്ടങ്ങളിൽ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു വിശ്വാസ സത്യം ഇതാണ്: യേശു മരിച്ചു ഉത്ഥാനം ചെയ്തു എന്ന ആ പ്രത്യാശയും തിരിച്ച് നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന വലിയൊരു പ്രത്യാശയുടെയും 2000 വർഷം തികയാൻ പോകുന്ന കാലഘട്ടം. ഹല്ലേലൂയ. സ്വരമേർത്തി പറയാമോ? ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ രണ്ടാം വരവ് അല്ലെങ്കിൽ പ്രത്യാശയെ കുറിച്ച് എന്തിനാ ഞാൻ പറയുന്നത്? പ്രിയ സഹോദരേ, ഈ ഒരു വചനഭാഗം ഇന്നലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഈശോയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ ഒരു പുതിയ തലം ഇതായിരുന്നു: ദൈവത്തിന്റെ മനസ്സിനെ പോലും അനുതാപം അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ തക്ക വിധത്തിൽ ശക്തനാണ് മനുഷ്യ നീ എന്ന്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച നിങ്ങള്, ദൈവത്തിന്റെ മനസ്സ് മാറ്റാൻ തക്ക വിധത്തിൽ ശക്തനാണ് ഞാനും നിങ്ങളുമെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, പിന്നെ എന്തിനെ കുറിച്ചാണ് പേടിക്കണ്ടേ? ഹല്ലേലൂയ. ചുമ്മാ പറയുന്നതല്ല കേട്ടോ, വചനം പറയുന്നതാ. വചനത്തിൽ എഴുതി വെച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അച്ചിട്ട അത് ഉറപ്പാണെന്ന് വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയാമോ? സ്വരമേർത്തി പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ 2 കാര്യം: ദൈവത്തിന്റെ മനസ്സ് മാറണമെങ്കിൽ, ദൈവത്തിന് അനുതാപത്തിനെ കടന്നു വരണമെങ്കിൽ, പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന ആ ഒറ്റ വചനത്തിൽ 2 കണ്ടീഷൻ ഉണ്ട്, 2 ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് പ്രകാരമാണ്: മനുഷ്യ നിന്റെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. The way and the deeds. പ്രിയ സഹോദര സഹോദരി, നീ സഞ്ചരിക്കുന്ന വഴികള്, നീ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികള്, ഇത് രണ്ടും മാറ്റിവെച്ച്
അനുസരിക്കുവിൻ ക്ലോസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സമയത്ത് പെട്ടെന്ന് ഈശോ ഇങ്ങനെ കാണിക്കുകയാണ്. സഖ്യാവോസ് സിക്കമോർ മരത്തിൽ ഇരുന്നു കൊണ്ട് യേശുവിനെ കാണുവാൻ വേണ്ടി തിടുക്കത്തിൽ ആഗ്രഹിച്ചുകൊണ്ട്, യേശുവിനെ ഒന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആ മരത്തിന് മുകളിൽ ഇരിക്കുന്ന രംഗം ഈശോ ഇപ്പൊ കാണിക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സഖ്യാവോസിന് ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ ജീവിതത്തിൽ ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ അത്ഭുതങ്ങളും രോഗശാന്തികളും അവന്റെ വചനങ്ങൾ വലിയ ഗംഭീര വചനങ്ങളാണെന്നൊക്കെ കേട്ട് അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. അവന്റെ തലച്ചോറിൽ യേശു എന്നൊരു പേര് അവന്റെ തലച്ചോറിൽ ആരൊക്കെയോ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ സഖ്യാവോസ് ചിന്തിച്ച ഒരേ ഒരു കാര്യം ഇതാണ്: Who is the Jesus Christ? ആരാണ് യേശു ക്രിസ്തു? വേറെ ഒന്നും അവനുണ്ടായിരുന്നില്ല. പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ ഒന്ന് കാണണം. അവന്റെ ആകെ ഒരു ചിന്ത എത്ര മാത്രമാണ്: യേശു ക്രിസ്തുവിനെ ഒന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളെന്ന് തോണ്ടിക്കൊണ്ട് പറഞ്ഞേ, യേശു ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചേ. ചുമ്മാ ചോദിക്കുന്നല്ലാതെ, നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് പലരും ഇപ്പോൾ ഇരുന്ന് ചിലപ്പോൾ കണ്ണുകളടച്ച് ധ്യാനിച്ച് യേശു ക്രിസ്തുവിനെ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ധ്യാനിക്കുന്നത് പിശാച് ധ്യാനിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. വചനം പങ്കുവെക്കുമ്പോൾ കണ്ണുകൾ അടച്ചിരുന്നിട്ട് ഇപ്പോൾ ധ്യാനിക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. സ്വരമെത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഖ്യാവോസിനെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ഇതായിരുന്നു: യേശു ക്രിസ്തുവിനെ ഒന്ന് കാണണം. ആ ഒരൊറ്റ ഇന്റൻഷൻ, ഒറ്റ ആഗ്രഹത്താലാണ് അവൻ സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നത്. പ്രിയ സഹോദര സഹോദരി, ഇവിടെയാണ് ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്. ആ മരത്തിന്റെ ചൂട്ടിലൂടെ പോകുന്ന യേശു ഇവൻ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. മറിച്ച് യേശു പറഞ്ഞ ഒരൊറ്റ മറുപടിയാ. വേറെ ഒറ്റ കാര്യം നടന്നിട്ടില്ല. കുമ്പസാരം നടന്നിട്ടില്ല, വിശുദ്ധ കുർബാന വന്നിട്ടില്ല, ധ്യാനം നടന്നിട്ടില്ല. പക്ഷേ യേശു പറഞ്ഞ ഒരൊറ്റ സെന്റൻസ്, ഒരൊറ്റ കാര്യം: സഖ്യാവോസ്, come down, താഴേക്ക് ഇറങ്ങി വരിക. ഹല്ലേലൂയ. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, സഖ്യാവോസ് പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ്. അവൻ ഇറങ്ങി വന്ന വഴിക്ക് തന്നെ യേശുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യേശു പറയുകയാണ്: എനിക്ക് നിന്നോട് കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആത്മീയമായൊരു ഭക്ഷണം. സഖ്യാവോസിനെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞ ഒറ്റ കാര്യം: സഖ്യാവോസ് ഇറങ്ങി വരിക. സഖ്യാവോസ് ഇറങ്ങി വന്നപ്പോൾ യേശു പറഞ്ഞ രണ്ടാമത്തെ കാര്യം: എനിക്ക് നിന്നോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണ സമയത്ത് സഖ്യാവോസ് യേശുവോട് പറയുകയാണ്: കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും നിന്ന് തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 7 ഇരട്ടി ഇതാ തിരിച്ചു കൊടുക്കാൻ റെഡിയാ. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ ഈ പുസ്തകത്തിലെ 26-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറഞ്ഞ ആ കണ്ടീഷൻ ഇതാ സഖ്യാവോസിന്റെ കാര്യത്തിൽ നിറവേറുകയാണ്. സഖ്യാവോസിന്റെ കാര്യത്തിൽ നടന്ന 2 കാര്യം ഇതാണ്: അവന്റെ പ്രവൃത്തികൾ, അവന്റെ ചെയ്തികൾ, അവന്റെ വഴികളിൽ നിന്നവൻ മാറാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ ആരെങ്കിലും ഉപദേശിച്ചോ? സഖ്യാവോസിനോട് ആരെങ്കിലും ഉപദേശം കൊടുത്തോ? പ്രിയ സഹോദരങ്ങളെ, സഖ്യാവോസിനെ ഒരാളും കുമ്പസാരിപ്പിച്ചിട്ടില്ല, വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോയിട്ടില്ല, ധ്യാനം കൂടിപ്പിച്ചിട്ടില്ല. പക്ഷേ യേശു പറഞ്ഞൊരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ: സഖ്യാവോസ്, come down, താഴെ ഇറങ്ങി വരിക. പ്രിയ സഹോദര സഹോദരി, അവന്റെ മാർഗങ്ങളിൽ നിന്ന്, അവന്റെ ചെയ്തികളിൽ നിന്ന് അവൻ ഇത് തിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവ് പറഞ്ഞ കാര്യം അവൻ അനുസരിച്ചപ്പോൾ അവിടെ നടന്നത് എന്താണെന്നറിയോ? അതുവരെ പാപിയായിരുന്ന, കുഞ്ഞനായിരുന്ന, അല്ലെങ്കിൽ മുഷ്ടിക്കാരനായിരുന്ന, അല്ലെങ്കിൽ എന്താ പറയാ കർക്കടമുഷ്ടി, അല്ലെങ്കിൽ എന്താ പറയാ പലിശയുടെ രാജാവായിരുന്ന സഖ്യാവോസ്, there is a change. കർത്താവ് അതുവരെ അവൻ നടത്തിയിരുന്ന അവന്റെ ജോലികളോ അവന്റെ പാപങ്ങളോ ഒന്നും ഓർക്കുന്നില്ല.
സഹോദര സഹോദരി, ഇതാണ് വലിയ സത്യം. നീ നിന്റെ കർത്താവിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് കർത്താവ് പറയുന്നത് കേട്ടുകൊണ്ട് നിന്റെ വഴികളിൽ, നിന്റെ ചെയ്തികളിൽ മാറ്റം വരുത്തുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാധാരണ വചനം പങ്കുവെക്കുമ്പോൾ ഇപ്രകാരം ഉണ്ടാവാത്തതാണ്. നിങ്ങൾ വിചാരിക്കും നല്ല ശബ്ദത്തിൽ ഓളിയിടുന്നുണ്ടോന്ന്. ഞാൻ ചെറിയ ശബ്ദത്തിൽ ഞാൻ പറയുന്നുള്ളൂ, പക്ഷെ ജന്മന കിട്ടിയിരിക്കുന്ന ഒരു ശബ്ദമാണ്. ഹല്ലേലൂയ. പിശാചിന്റെ കുടിലതന്ത്രത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം ഇരുന്ന് ഉയർത്തി പിടിക്കാമോ? ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സഖ്യാവോസ് അവൻ്റെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കുകയാണ്. ഞാൻ ഇതാ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ പുതിയൊരു തലത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. ഇന്നലെ വരെ അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകളോ കുറവുകളോ ഒന്നും ദൈവം ആലോചിക്കുന്നില്ല. മറിച്ച് അന്ന് മുതൽ സഖ്യാവോസ് ഈശോയെ അനുഗമിക്കുന്ന ഒരു യഥാർത്ഥ ശിഷ്യനായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ വചനം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിന്റെ ചെയ്തികളിൽ നിന്ന്, നിന്റെ പ്രവർത്തികളിൽ നിന്ന് നീ വ്യതിചലിക്കുക. കർത്താവ് പറയുന്നത് നീ കേൾക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു പക്ഷേ അവിടുത്തെ മനസ്സ് മാറ്റും, അതായത് അനുതപിക്കും. ഹല്ലേലൂയ. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, 2014 മാൽദീവ്സ് എന്ന് വന്ന രാജ്യത്തിൽ ജോലി ചെയ്തുകൊണ്ട്, ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വർഷം ലീവിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ എൻ്റെ വീടിൻ്റെ 2 നിലയുടെ മുകളിൽ നിന്നുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരു വർഷക്കാലത്തോളമായിട്ടുള്ള ചപ്പുചവറുകൾ അല്ലെങ്കിൽ മുകൾ ഭാഗം, 2-ാം നിലയുടെ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്, നവംബർ മാസമാണ്, പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, സാധാരണ മഴ പെയ്യാത്തൊരു മാസം. അങ്ങനെ ഞാനും ഭാര്യയും ആ 2-ാം നിലയുടെ മുകളിൽ നിന്നുകൊണ്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മഴ, ചാറ്റൽ മഴ വരികയാണ്. ആ സമയം 2014 മഴക്കാലം തെറ്റി വരുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ മഴ ഏത് മാസം വരണേന്ന് പ്രവചിക്കാൻ പറ്റില്ല, പക്ഷേ അന്ന് അതൊരു സർവ്വസാധാരണമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂസിലൊക്കെ വന്നിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആ മഴ വരികയും പെട്ടെന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആ സ്ഥലത്ത് നിന്ന്, 2-ാം നിലയുടെ മുകളിൽ നിന്ന് എൻ്റെ കൈയും എൻ്റെ കാലും സ്ലിപ്പാവുകയാണ്. ആ ഒരൊറ്റ സെക്കൻഡിൽ ആ മഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, പിടുത്തം വിട്ടുകൊണ്ട് ഞാൻ തൊട്ട് അപ്പുറത്തെ പറമ്പിലേക്ക്, താഴ്ചയിലേക്ക്, ഒരു 30 അടി താഴ്ചയിലേക്ക്, നമുക്കറിയാം ഒരു 2 നിലയുടെ മുകളിൽ നിന്ന് ഒരാൾ വിത്തിൻ സെക്കൻഡിൽ എന്ന് പറഞ്ഞ ഒരു ഒറ്റ വീഴ്ചയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് കണ്ടുകൊണ്ട് മുകളിൽ എൻ്റെ ഭാര്യ നിൽക്കുന്നുണ്ട്. അവളുടെ ഉള്ളിലേക്ക് എവിടെ നിന്നോ ലഭിച്ചൊരു ധൈര്യം കൊണ്ട് മുകളിൽ നിന്ന് ചാടാതെ അവൾ ആ കോണിയിലൂടെ ഇറങ്ങി, വീടിൻ്റെ ബാക്കിലൂടെ ഇറങ്ങി വീണ്ടും ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. പ്രിയ സഹോദര സഹോദരി, ആ വീഴ്ചയുടെ ആഘാതത്തിൽ ഒരു ശിശുവിനെ പോലെ തെങ്ങിൻ്റെ തടത്തിൽ, അതാ ഞാൻ പറഞ്ഞത്, ആ മഴ അന്ന് പെയ്തത് കൊണ്ട്, തെങ്ങിൻ്റെ തടം നനഞ്ഞിരിക്കുന്നത് കൊണ്ട്, പ്രിയ സഹോദരങ്ങളെ, ആ ഒറ്റ വീഴ്ചയിലെ വേറെ ഒരു ഭാഗത്തും എനിക്ക് ശരീരത്തിൽ ചോരയോ പൊട്ടലോ ചീറ്റലോ ഒന്നുമില്ല. മറിച്ച് എൻ്റെ റിബ്, എൻ്റെ നെഞ്ചും കൂടെ ഒരൊറ്റ വീർക്കലാണ്, ഒരു ബോൾ കണക്ക്, ഒരു ഫുട്ബോളിൻ്റെ ആകൃതിയിൽ റിബ്
ഫ്രാക്ചറായി അവിടെ നീര് വന്നു. നമ്മുടെ നെഞ്ചിൻ കൂടിന് നീര് വന്നാൽ അല്ലെങ്കിൽ ഫ്രാക്ചർ വന്നാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ശ്വസിക്കാനോ അല്ലെങ്കിൽ വർത്തമാനം പറയാനോ അല്ലെങ്കിൽ ഒന്നിനും സാധ്യമല്ല. എൻ്റെ ഭാര്യ ഇത് കണ്ടുകൊണ്ട് അവളെ ഓളിയിടുകയും ആളുകൾ വരികയും ആംബുലൻസ് വരികയും എന്നെ ചത്ത ശരീരം പോലെ, കാരണം എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, കണ്ണുകൾ അനക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത എൻ്റെ ശരീരത്തെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ആംബുലൻസിൽ കിടത്തിക്കൊണ്ട് യാത്രയ്ക്ക് പോകുമ്പോൾ, അമല ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ആംബുലൻസ് സഞ്ചരിക്കുമ്പോൾ എന്റെ ഇടത് വരുന്നുകൊണ്ട് എന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് എന്റെ ബന്ധുമിത്രാദികളെ വിളിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, ഇതെല്ലാം നോക്കിക്കൊണ്ട് ബോധം തന്നെ പോയിട്ടില്ല, മറിച്ച് സംസാരിക്കാൻ പറ്റാതെ, ഒരു വാക്ക് മിണ്ടാൻ പറ്റാതെ, കണ്ണൊന്ന് ചിമ്മാൻ പറ്റാതെ അവളുടെ മുഖത്തേക്ക് മാത്രം നോക്കുമ്പോൾ അവൾ എന്റെ ബന്ധുമിത്രാദികളെല്ലാം വിളിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ വീണു, ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആംബുലൻസിലിരിക്കുന്ന ചേട്ടന്മാരെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല, പേടിക്കണ്ട. പക്ഷേ ഒരു നേഴ്സായ എന്റെ ഭാര്യയ്ക്കറിയാം ഈ കിടക്കുന്നത് ഇത് ചത്ത ശരീരമാണ് എന്ന്. കാരണം റിപ്പിങ്ങിനെ വീർത്തിരിക്കുന്നു, ശ്വസിക്കുന്നില്ല, കണ്ണുകൾ അടയ്ക്കാൻ പറ്റുന്നില്ല, ഇത് ചത്തു കഴിഞ്ഞു അല്ലെങ്കിൽ മൃതശരീരമാണ് കിടക്കുന്നതെന്ന് വിചാരിച്ചെന്റെ ഭാര്യ. പ്രിയ സഹോദര സഹോദരി, ആ സ്ട്രക്ചറിൽ കിടന്നുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ, കർത്താവേ ഇതാ ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ ഭാര്യയുമായി ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ ക്ഷമിക്കണമേ. ആ നിമിഷം അവളുടെ കഴുത്തിൽ നിന്ന് അവളെ താലിച്ചെയ്യാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അവളെ ആ താലിച്ചെയ്യുന്ന ഒരു താലിയും കുരിശിന്റെ രൂപം കാണുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അന്നാണ് സത്യത്തില് ഞാൻ കെട്ടിയ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിച്ചെയ്യുമുള്ള കുരിശിന്റെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞത്. ഹല്ലേലൂയ. സോറി മത്തി പറയാമോ? ഹല്ലേലൂയ. ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പ്രാർത്ഥന, നമ്മുടെ ആ നിമിഷത്തെ പ്രാർത്ഥന, കർത്താവേ ഈ ഒരു വീഴ്ച, ഈ ഒരു കിടപ്പ് ഒരു മരണത്തിലേക്ക് പോകാതെ മറിച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ തക്കവത്തിൽ ഒരു ഉയർപ്പിലേക്ക് എന്നെ നടത്തണമേ എന്ന് പറഞ്ഞപ്പോൾ, പ്രിയ സഹോദര സഹോദരി, അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ ചെക്ക് ചെയ്തു. എവിടെയെല്ലാം ടെസ്റ്റുകളുണ്ടോ ആ ഹോസ്പിറ്റലിൽ ഉള്ള ടെസ്റ്റുകളെല്ലാം നടത്തിയെങ്കിലും പ്രിയ സഹോദര സഹോദരി, അവർക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ആകെ ഒരു റിബ് ഫ്രാക്ചർ. 2 ദിവസം റെസ്റ്റ് ചെയ്താൽ മതി. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. പ്രിയ സഹോദര സഹോദരി, ആ കാലഘട്ടത്തിൽ ന്യൂസ് പേപ്പറിൽ ആ ന്യൂസ് പ്രകാരം വന്നു, മാൽദീവ്സിൽ നിന്ന് വന്ന അധ്യാപകൻ കേരളത്തിലെ പെട്ടെന്നുണ്ടായ മഴയിൽ വീടിന്റെ മുകളിൽ നിന്ന് വീണ്ട് അത്യാസന നിലയിൽ ഹോസ്പിറ്റലിലായി എന്ന് പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി കൊടുത്തൊരു ന്യൂസ്. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഒരു ഉയർപ്പിലേക്ക് നയിക്കാനായിട്ടാണ് ആ ഒരു വീഴ്ച വീഴ്ത്തിയെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ചെറിയ നിന്റെ മനസ്സ് തൊട്ടറിഞ്ഞൊരു പ്രാർത്ഥന മതി. ഈ വചനപ്രകാരമാണ് പറയുന്നത്, നിന്റെ ചെയ്തികളിൽ നിന്ന്, നിന്റെ വഴികളിൽ നിന്ന് നീ മാറുക. ഹല്ലേലൂയ. സ്വരമൂർത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുമൂർത്തി പറയാ ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, മൃതപ്രാണനായി കിടന്ന ആ സ്ട്രക്ചറിൽ കിടന്നിരുന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വചനം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമോ, മാസങ്ങളോളം വർഷങ്ങളോളം ഞാൻ ഒന്ന് കുമ്പിടുവാനോ ചെരിയുവാനോ അല്ലെങ്കിൽ എന്തോ എന്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പോലും പറ്റാതെ ഇങ്ങനെ നെഞ്ചും വീർപ്പിച്ചിങ്ങനെ നടക്കും. ആളുകളുടെ വിചാരം എനിക്ക് അഹങ്കാരാണെന്നാ. പ്രൈസ് ദി ലോർഡ്. അഹങ്കാരം കൊണ്ട് നടക്കണമെന്നല്ല. ഇവിടെ ഫ്രാക്ചർ വന്നപ്പോൾ, സ്റ്റാനം ഫ്രാക്ചർ വന്നപ്പോൾ പിന്നെ അതൊരു ഭാഗമായി മാറി. ഇങ്ങനെ കൈ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുത്തും. അപ്പോൾ നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസ് കൊള്ളുമ്പോൾ വേദന, അതൊരു ശീലമായി മാറി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, കർത്താവിന് മുമ്പിൽ ആ ഒരു നിമിഷം, കർത്താവെ ഞാൻ ചെയ്തതെല്ലാം മറക്കണമേ, എന്റെ പ്രവർത്തികളിൽ നിന്ന് ഞാനിത് വ്യതിചലിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ദൈവം ആ നിമിഷം അനുദപിച്ചപ്പോൾ
ഇൻ മൈ വേർഡ്സ്, എന്റെ ഭാഷയിൽ ഞാൻ പറയും, കർത്താവ് ആ നിമിഷം മനസ്സ് മാറ്റിയത് കൊണ്ടാണ് ഇന്ന് 3 മക്കളുടെ അപ്പനായി, 4ാമതൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനായി എന്നെ ദൈവം ഉയർത്തിയത്. ഹല്ലേലൂയ! കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഇത് ഞാൻ നിങ്ങളെ പങ്കുവെച്ചത് നിന്റെ ജീവിതത്തിൽ ഇനി നടക്കത്തില്ല, ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് പറയുന്ന വലിയ സന്ദേശം ഇതാണ്: നിന്റെ പ്രവർത്തികൾ, നിന്റെ ചെയ്തികൾ നീ അങ്ങ് മാറ്റിവെക്കേ. കർത്താവ് പറയുന്നത് അനുസരിക്കുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വതി പറഞ്ഞ ഹല്ലേലൂയ. ദൈവം ഒരുപക്ഷെ തൻ്റെ മനസ്സൊന്ന് മാറ്റിയേക്കാം. ഇന്ന് ഈ ധ്യാന മന്ദിരത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും, ഈ വചന ശുശ്രൂഷ ഇപ്പോൾ ഓൺലൈനിലായി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തിനോടും ദൈവവചനം ഇപ്രകാരം പറയുകയാണ്. ജെറമ്യ 26:13, നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന്, ചെയ്തികളിൽ നിന്ന് മാറുവീൻ, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുവീൻ. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെ കുറിച്ച് കണ്ടോ? നിങ്ങൾക്കെതിരെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന അനർത്ഥങ്ങളുണ്ട്. ജോബിന്റെ ജീവിതത്തിൽ പിശാച് അനുവദിക്കാനോ അല്ലെങ്കിൽ പിശാച് അവന്റെ ജീവിതത്തെ പരീക്ഷിക്കുവാൻ എന്താ പറയാ അനുവാദം ചോദിച്ചിട്ടാ ചെയ്യുന്നത്. കർത്താവ് അറിയാതെ ഒന്നും നടക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കളുടെ അല്ലെങ്കിൽ നിന്റെ രോഗബാധിതകൾ അല്ലെങ്കിൽ നിന്റെ സാമ്പത്തിക കടബാധ്യത, ഇതെല്ലാം ഇന്ന് ആയിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് നീ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന് അറിയാം ഇതിന് മാറ്റം വരുത്താൻ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസം നീ കടന്നു വരുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം, ആ ഈശോയെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിമാലയിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവ് ഈ കിടക്കുന്ന കിടപ്പ് ഒരു മരണത്തിലേക്ക് പോകാതെ ഒരു ഉത്ഥാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇവിടെ വചനം പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ് ആ കുരിശിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടായ ദൈവത്തിന്റെ ശക്തിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ പ്രവർത്തികള്, ചെയ്തികൾ നീ മാറ്റിവെക്ക്. ബിസിനസ് ചെയ്യുമ്പോൾ പറ്റിക്കാതെ ഇരിക്കാൻ പറ്റില്ല. കർത്താവിന് അറിയാതെ നീ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ദൈവം കാണുന്നവനാ. എന്നാൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു മാറ്റം വേണം, ഇതെനിക്ക് പറ്റില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ കട്ട്, അതങ്ങനെ നിർത്തി മാറ്. ഹല്ലേലൂയ. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ആ ജനങ്ങളോട് ദൈവം പറയുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയ സഹോദര സഹോദരി, നീ നിന്റെ പ്രവർത്തികളിൽ നിന്ന്, ചെയ്തികളിൽ നിന്ന് മാറുവാൻ തയ്യാറാണെങ്കിൽ, കർത്താവ് പറയുന്നത്, ഞാൻ പറയുന്നത് നീ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ, I will decide, ഞാൻ തീരുമാനിക്കും, I will change my mind, ഞാൻ എൻ്റെ മനസ്സ് മാറ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരോടും മാറി നിന്ന് നിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സുണ്ട്. ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഒരു നേരത്തിന് തോന്നി അമ്മ ഗാഗുൽത്തേലേക്ക് പോകാം, ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ച് വന്നവരല്ല. ചോദിച്ചൊന്ന് പരസ്പരം, ചുമ്മാ വന്നതാണെന്ന് ചോദിച്ചത്. അടുത്തിരിക്കുന്ന ആൾക്ക് ഷേക്കിനോടത്തോണ്ട് ചോദിക്കുന്നേ, നിങ്ങൾ ചുമ്മാ വന്നതാണോ എന്ന് ചോദിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, വെറുതെ വന്നവരല്ല, മറിച്ച് എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിച്ചു വന്നവരാണ്. ഡോക്ടർ വിധി എഴുതി, ഇനി ഒരു ചികിത്സിച്ചിട്ടും കാര്യമില്ല,
ആ വിധി എഴുതിയ മക്കളുടെ മുമ്പിലേക്ക് ദൈവം പറയുകയാണ്, നീ നിന്റെ മനസ്സൊന്ന് മാറ്റി, ഞാനും എൻ്റെ മനസ്സ് മാറ്റാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പിറുപിറുക്കുന്ന സ്വഭാവത്തിന്റെ മനസ്സുകളൊന്ന് മാറ്റിവെക്കേ. പത്രോസിനെ എഴുതിയ ലേഖനം, 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 24-ാം തിരുവചനം പറയുകയാണ്, അവന്റെ തിരുമുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, എന്റെ അപ്പൻ, എന്റെ യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്നും ഞാൻ രോഗബാധിതനായിരിക്കുന്നത് എന്ന് നീ ചോദിക്കണം. എന്നോടല്ല, ഡോക്ടറോടല്ല, ഭാര്യയോടല്ല, ഭർത്താവിനോടല്ല, ഈശോയോട് ചോദിക്കേ. അപ്പ എന്ന് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ധൈര്യത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നത്. ആ അപ്പനോട് തർക്കിക്കാനല്ല, മറിച്ച് ആ അപ്പനോട് പറയാൻ പറ്റണം, എന്നെ അനുഗ്രഹിക്കാതെ ദൈവമേ നിന്നെ ഞാൻ വിടുകയില്ല. പഴയ നിയമത്തിൽ യാക്കോബ് അവന്റെ ചേട്ടൻ ഏസാവിനെ പറ്റിച്ച് അനുഗ്രഹം നേടിയെടുത്തപ്പോൾ അവനൊരു തിരിച്ചറിവുണ്ടാവുകയാണ്. തിരിച്ചു വന്ന് ഏസാവിനെ കണ്ട് മാപ്പ് അപേക്ഷിക്കണമെന്ന്. പ്രിയ സഹോദര സഹോദരി, എപ്പോഴാണോ അവൻ ആ തിരിച്ചറിവുണ്ടായത്, അപ്പോൾ ദൈവം അവന്റെ ജീവിതത്തിലെ കൃപകൾ അധികമായി വർഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവനും അവന്റെ ഭാര്യയും നാരിമാരും മക്കളും അവന്റെ സർവസമ്പത്തുമായി അവനിതാ ചേട്ടൻ ഏസാവിനെ കാണാൻ വരികയാണ്. അങ്ങനെ യാബോക്ക് എന്നൊരു കടവിൽ വെച്ചുകൊണ്ട് ദൈവം അവനെ പരീക്ഷിക്കാനായി ഒരു ദൈവദൂതനെ അവന്റെ മുമ്പിലേക്ക് വിട്ടു. യാക്കോബിന് മനസ്സിലായി ഈ വന്നിരിക്കുന്നത് ദൈവദൂതനാണെന്ന്. യാക്കോബ് ഒരു പിടുത്തം കൊണ്ട് പിടിച്ചു. ദൈവദൂതൻ പല പണിയും നോക്കി യാക്കോബിൽ നിന്ന് മാറുവാനായിട്ട്. പിടുത്തം വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവദൂതൻ അവന്റെ ഇടുപ്പ് അല്ലെങ്കിൽ അവന്റെ തുടയലിന്മേൽ ഒറ്റ ചവിട്ട. പ്രിയ സഹോദര സഹോദരി, നീ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിലെ ആ തുടയലില്, നമ്മുടെ ശരീരത്തിന്റെ എല്ലിൽ നിന്ന് വേദന പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന, ആ വേദനയുടെ പുറകിലും ആ പിടുത്തം വിടാതെ യാക്കോബ് പിടിച്ചു നിൽക്കുമ്പോൾ ദൈവദൂതൻ യാക്കോബിനോട് അപേക്ഷിക്കുകയാണ്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, യാക്കോബ് ആ വേദനയിലും ആ പിടുത്തം വിടാതെ ഒറ്റ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രോഗബാധിതനാണ് യാക്കോബ്. അവന്റെ തുടയിൽ മാറിക്കിടക്കുക. അവന്റെ ഭാര്യയും മക്കളും സർവ്വസമ്പത്തും ഉണ്ട്. പക്ഷെ അനുഭവിക്കാൻ പറ്റുകയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ. എങ്കിലും അവൻ പറയുന്ന ഒരൊറ്റ കണ്ടീഷൻ ഇതാ, ദൈവദൂതനോട് പിടുത്തം വിടാതെ അവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ. ദൈവദൂതന് അവസാനം ഗത്യന്തരമില്ലാതെ ഇതാ പറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, അവസാനം അവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം പറയാ, ടുഡേ ഓൺവേർഡ്സ് യു വിൽ നോട്ട് കോൾ ആസ് ജേക്കബ്. നീ ഇന്ന് മുതൽ ഇനി എന്ത് വിളിക്കില്ല? യാക്കോബ് എന്ന് വിളിക്കില്ല. നിന്നെ എന്താണ് വിളിക്കുക? ഇസ്രായേൽ. ദൈവവുമായി മൽപ്പിടുത്തം നടത്തി വിജയിച്ചവൻ. ഹല്ലേലൂയ. സ്വരമേർത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, യാക്കോബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാ ഞാനും നിങ്ങളും. ഈശോയുടെ വംശാവലി പറയുമ്പോൾ അബ്രഹാം മുതൽ ഇത് ആദം മുതൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ യാക്കോബിന്റെ പേരും പറയുന്നുണ്ടെങ്കിൽ ആ ദൈവം അനുഗ്രഹിച്ചതുപോലെ, യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ ഒരൊറ്റ പിടുത്തം പിടിക്കണം. നമ്മൾ ദൈവത്തിനോട് പറയണം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ദൈവമേ ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സ്ഥല വിൽപ്പന, ഭവനം പണി, അല്ലെങ്കിൽ നിന്റെ മക്കളുടെ ജോലി മേഖലകൾ, മക്കളില്ലാത്ത അവസ്ഥ, രോഗബാധ, ഇതൊക്കെ മാറ്റിവെക്കുന്ന
ഞാൻ വിടുകയില്ല. അതിനുശേഷം ഏസാവ്, കൊല്ലാനായിട്ട് നടന്നിരുന്ന ഏസാവ്, സ്വന്തം അനുജൻ എവിടെയുണ്ടോ അവിടെ പോയി കൊന്ന് കൊല വിളിക്കണമെന്ന് പറഞ്ഞ ഏസാവ് അനുജനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവന്റെ സർവസമ്പത്തും കണ്ടപ്പോൾ അവനെ കൊല്ലാനല്ല നോക്കിയത്, മറിച്ച് അവനോട് ക്ഷമിക്കാനാ. ഈ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോഴാ പ്രിയ സഹോദര സഹോദരി ഇത് സംഭവിച്ചത്. ഹല്ലേലൂയ. സാറിമർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നതും ഇതേ കാര്യം തന്നെയാ. നിന്റെ പ്രവർത്തികൾ, നിന്റെ ചെയ്തികൾ മാറ്റിവെക്ക്. ദൈവം പറയുന്നത് കേൾക്ക്. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അനുതാപത്തിന് വഴിവെക്കും. ദൈവത്തിന്റെ അനുതാപ, ദൈവത്തിന്റെ മനസ്സ വലിയ മിറാക്കിളാ. ഹല്ലേലൂയ. സർവ്വത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഉദരത്തിൽ ഒരു മുഴ അല്ലെങ്കിൽ നല്ല വേദനയായിട്ടിരിക്കുന്ന ആരവിടെയുള്ള സർജറിക്കൊക്കെ തയ്യാറായിട്ട് ഈ സമൂഹത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അപ്രകാരം ക്യാൻസർ ആണോ അല്ലെങ്കിൽ നല്ല വേദന, മുഴയുണ്ട്, വേദനയുണ്ട്, അപ്രകാരത്തിലുള്ള ഒരാളുണ്ടെങ്കിൽ കൈ ഉയർത്തിയത്. ചേച്ചി ഒന്ന് എഴുന്നേറ്റ്. മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഓപ്പറേഷനാണ്. ഹല്ലേലൂയ. കണ്ടോ പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്രാർത്ഥന ഇന്ന് ദൈവം കേട്ടു. എൻ്റെ ദൈവം എന്നോട് ഇപ്രകാരം ചോദിക്കാൻ പറയുക. ഒരു നിമിഷം ഒന്ന് വലതുകരം ഉയർത്താമോ? ഹല്ലേലൂയ എന്ന് പറയാമോ? ആ ഓപ്പറേഷനിൽ കർത്താവേ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഇതാ ഡോക്ടർമാർ സങ്കീർണമാണ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇതാ നിസ്സാരമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മുമ്പിൽ നീ പിടിച്ച പിടി വിടാതെ നിൽക്കണം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ദൈവമേ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ആ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മനസ്സ് മാറ്റാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്നേ ദിവസം ഈ വചനഭാഗം നാം കേട്ടപ്പോൾ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുവചനം നാം ധ്യാനിച്ചപ്പോൾ കർത്താവ് പറയുന്ന 3 കാര്യങ്ങൾ, 2 കാര്യം എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത്, 3-ാമത്തത് ദൈവത്തിന് ചെയ്യാനുള്ളത്. 1ഉം 2ഉം പറയുന്നത് കർത്താവ് നിന്റെ പ്രവർത്തികൾ, നിന്റെ ചെയ്തികൾ മാറ്റുക. 2 കർത്താവ് പറയുന്നത് നീ കേൾക്കുക. അങ്ങനെയാണെങ്കിൽ 3ാമത്തത് ദൈവത്തിനുള്ളതാ. ദൈവം പറയുകയാണ് എൻ്റെ മനസ്സ് ഞാൻ മാറ്റാം. പ്രിയ സഹോദര സഹോദരി, ഇരുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കർത്താവിന്റെ മുമ്പിൽ ഹബൂബക് പ്രവാചകൻ പറഞ്ഞില്ലേ, 3-ാം അധ്യായം 17-ാം തിരുവചനം, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആട്ടിൻപറ്റങ്ങൾ ഇല്ലാതായാലും എന്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കുമെന്ന് ഹബൂബക് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളാണെങ്കിലും, ഏത് പ്രയാസങ്ങളാണെങ്കിലും, ഏത് പ്രശ്നങ്ങളാണെങ്കിലും ഒരു നിമിഷം ഇരുകരങ്ങളെ സ്വരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ദൈവത്തെ ഒന്ന് വിളിച്ച്, കർത്താവേ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന മനോഭാവത്തോടുകൂടി സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ പോരാ, സ്വരം ഉയരട്ടെ, നിങ്ങളുടെ സ്വരം ഉയരട്ടെ, ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ മക്കളെ. ദൈവത്തിന്റെ വലിയൊരു അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ നടക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഏതൊരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന ദൈവം ഇത് കേൾക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ, ഈ സമൂഹത്തെ നയിക്കണമേ കർത്താവേ, അങ്ങനെ കൃപയാൽ നയിക്കണമേ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോണ്ട് ആ കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഈ മണിക്കൂറുകളിൽ അങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു അനുഭവ തലത്തിലേക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഗ്രഹത്തിന് തടസ്സം അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് ദൈവമേ എന്നെ അങ്ങ് മാറ്റണമേ. ഞാൻ മാറിയാൽ അങ്ങൻ്റെ ജീവിതത്തിൽ കൃപകൾ വർഷിക്കുമെന്ന വലിയൊരു ബോധ്യത്തിലേക്ക് നയിച്ചതിനോർത്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവേ.